നിങ്ങൾ ജിമ്മിൽ പോയിട്ടും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലേ? ചിലപ്പോൾ ശരിക്കും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കില്ല, പക്ഷേ ഈ ഒരു 5 കാര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. അതിലൊന്നാമത്തെ കാര്യം ഈഗോ ലിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ വെയിറ്റ് കൂടുതലെടുത്താൽ നമുക്ക് തോന്നും നമ്മൾ സ്ട്രോങ് ആണെന്ന്. പക്ഷേ ആക്ച്വലി വെയിറ്റ് കൂടുതലെടുക്കുമ്പോൾ നമ്മുടെ ഫോം പോകും. അങ്ങനെ ഫോം പോയി കഴിഞ്ഞാൽ കിട്ടേണ്ട മസിലിന്, ടാർഗറ്റ് മസിലിന് കിട്ടേണ്ട സ്റ്റിമുലേഷൻ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചുറി റിസ്ക്കും കൂടും. അപ്പോൾ വെയിറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ ഫോം. രണ്ടാമത്തെ കാര്യമാണ് നോ പ്രോഗ്രസീവ് ഓവർലോഡ്. എപ്പോഴും ഒരേ വെയിറ്റ്, ഒരേ റെപ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ ബോഡി എന്തോ പറ്റും, ഒരേ റൂട്ടീനോട്, ആ സെയിം റൂട്ടീനോട് അഡാപ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് സമയം കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ്, റെപ്സ് അല്ലെങ്കിൽ സെറ്റ്സ് അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസ് നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ വർക്കൗട്ട് മാത്രം ശ്രദ്ധിക്കാൻ, ഫുഡിന് ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ ഒരു 1.5 hour വർക്കൗട്ട് ജിമ്മിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്ന മുഴുവൻ ദിവസം എന്ത് കിട്ടിയാലും കഴിച്ചാൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാറ്റ് ലോസ് ആണ് നമ്മുടെ പ്രൈം ഉദ്ദേശമെങ്കിൽ കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ വിഷയമാണ് പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാത്തത്. അത് റിക്കവറിയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പം ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിന് റിക്കവറി സമയത്താണ് അത് ബോഡി അതിനെ അഡാപ്റ്റ് ചെയ്ത് മസിൽ ഗ്രോത്ത് നടക്കുന്നത്, നമ്മൾ പ്രോപ്പർ ഡയറ്റും പ്രോട്ടീനും എല്ലാം കൊടുക്കുമ്പം. അപ്പം അതുകൊണ്ട് വർക്കൗട്ട് മാത്രം പോരാ, നമ്മുടെ റിക്കവറി ടൈം പ്രോപ്പർ ആയിരിക്കണം. ലാസ്റ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇംപേഷ്യൻസ് ആണ്. അതായത് ഒരാഴ്ച ജിമ്മിൽ പോയിട്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു 30 day ചലഞ്ച് അല്ല, കൺസിസ്റ്റൻസിയാണ് ഗെയിം. ഒരു ദിവസം നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആഴ്ചകൾ, മാസങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ കാര്യം തുടരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന് റിസൾട്ട് ഉണ്ടാവും വിത്ത് ഫുഡ്, റെസ്റ്റ്. നിങ്ങൾ ജിമ്മിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ.